ഹലോ, നമസ്കാരം. റിഷുട്ടനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഞാനും ഉപ്പയും കൂടെ സ്കൂട്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സങ്കടത്തിൽ നോക്കുകയാണ്. അങ്ങനെ അവനെ ഞങ്ങൾ സെൻറ്ററിൽ ഇരുത്തി കേട്ടോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. വ്ളോഗായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ. ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മളെ റോഡാണ്, വീടിന് മുമ്പിലുള്ള റോഡാണ്. നമ്മൾ പോകുന്നത് പൂളപ്പാടം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രളയബാധിതർക്ക് വീട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 10 വീട് ഒരേപോലെ നല്ല ഭംഗിയിൽ അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ 29-ാം തീയതിയാണ് അതിൻ്റെ താക്കോൽദാനം. അപ്പോൾ ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. വീട് പണി തുടങ്ങിയ ടൈമിലൊക്കെ ഇവിടെ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് അതുവരെ ഒന്ന് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും റിഷുട്ടനും ഇപ്പയും കൂടെ സ്കൂട്ടിയിൽ പോവാണ്. ഉമ്മ അവിടെ ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ മേലെ. അപ്പോൾ റബ്ബറാണ്, അതിലൂടെ പോവാമെന്ന് പറഞ്ഞു. അതിൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റിഷുട്ടനെയും കൊണ്ട് അതിൽ പോകാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ പോവാണ്. ഈ റോഡ് നമ്മുടെ പൂളപ്പാടം പാതാർ റോഡാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാതാർ ഉരുൾപൊട്ടലൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. ഇത് പൂളപ്പാടം അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ പോയി. ഇതാണ് പൂളപ്പാടം വലിയ പള്ളി കേട്ടോ. പള്ളീൻ്റെ സൈഡിലൂടെയുള്ള റോഡ്, അതായത് നമ്മൾ കുട്ടുപാറ റോഡ് ആണ് കുറച്ചങ്ങോട്ട് പോയാൽ. അപ്പം ഈ റോഡിനാണ് കയറുക കേട്ടോ. കുറച്ചങ്ങോട്ട് പോയാൽ ഒരു സംഭവം ഒരു കുന്നിലാണ് കേട്ടോ. ഒരു ചെറിയൊരു കുന്നാണ്. ആ കുന്നിലാണ് വീടുകളുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താനായി. പിന്നെ ഈ ഒരു ഇടവഴിയില്ലേ, ഈ ഇടവഴി നിങ്ങൾ കാണുന്ന ഇതിലൂടെയാണ് കേട്ടോ പോവുക. ഒരു സ്കൂട്ടി കൊണ്ട് കയറാൻ പറ്റും, അങ്ങനെയാണ്. ചെറിയൊരു ഷിവറിങ് ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ. നമ്മൾ പോകുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തി കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ സ്കൂട്ടി നിർത്തിയിട്ട് നമ്മൾ നടന്നാണ് പോണത്. അപ്പം ഈ വീടുകളുടെ മുകളിലൊരു റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മേലെ കൂടെ കയറി കഴിഞ്ഞാൽ അവിടെ ഷോർട്ട് കട്ടായിട്ട് ആ റബ്ബറിൽ ചെന്നെത്തും. അപ്പോൾ അതിലെയാണ് ഉമ്മ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ്. റിഷുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എങ്ങടെയിലൊക്കെ പോവാന്നൊക്കെ പറയണത്. അപ്പോൾ ഈ ഒരു റബ്ബർ വഴിയാണ് പോണത്. എപ്പോഴും റിഷുട്ടനും ഫ്രണ്ടിൽ പോയി, ഞാൻ ബാക്കിൽ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ 10 വീടുകൾ നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ മേലിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീടുകളാണ്. പിന്നെ മേലെ 2 വീടുകൾ വരെ കണ്ടോ. ഒരു വീട് പണി നടക്കുന്നതും പിന്നെ ഓൾറെഡി ഒരു വീട് പണി അവിടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞൊരു വീടുമുണ്ട്. അത് ഇവർ സ്ഥലം കൊടുത്തതാണ്, എന്നിട്ട് അവർ സ്വയം വീട് വയ്ക്കുകയാണ്. ഇത് ഇവർ സ്ഥലവും വീടും കൊടുക്കുന്ന ബാക്കി 10 വീടുകൾ 5 സെൻറ്റ് സ്ഥലം വെച്ചിട്ടാണ് കേട്ടോ ഓരോ കുടുംബത്തിനുള്ളത് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ പ്രളയ പുനരധിവാസ പദ്ധതിയാണ് കേട്ടോ. അതായത് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയാണ് ഈ ഒരു 10 വീടും എന്താ പറയുക നിർമ്മിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താക്കോൽദാനാണ് 29-ാം തീയതി പൂളപ്പാടത്ത് വെച്ചിട്ട് 10:30-ക്കാണ്. അപ്പോൾ ഇതിലേക്ക് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PV അബ്ദുൽ വഹാബ്, PMA സലാം, KPA മജീദ്, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് UA ലത്തീഫ്, ഇസ്മായിൽ മൂത്തേടം, അപ്പോൾ ഇവരൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വീടുകളാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് ഒരു സിറ്റ് ഔട്ടാണ് പുറത്തുള്ളത്. പിന്നെ ഒരു ഹാള് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയിലാണ് ഓരോന്നിൻ്റെയും പണി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹാളിൽ 2 ജനലുകളുണ്ട് കേട്ടോ. അപ്പം ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട്, ഉമ്മയാണ് കേട്ടോ ഓരോന്നും കാണിച്ചു തരുന്നത്. പിന്നെ ഈ ഹാളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു റൂം. ആ റൂമിൽ അത്യാവശ്യം ഒരു കട്ടിൽ കാര്യങ്ങളൊക്കെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ 2 ജനലുകൾ, അതുപോലെ തന്നെ ഒരു ഷെൽഫുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. പിന്നെ അവിടെ ആ റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂം. പിന്നെ ഇത് സെക്കൻഡ് റൂമാണ്. അതിൽ ഇതുപോലെ തന്നെ സ്പേസ് ഉണ്ട്, ഒരു ഷെൽഫുണ്ട്. പിന്നെ നമ്മൾ പോയത് കിച്ചണാണ്. കിച്ചണും അത്യാവശ്യം സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സിങ്ക് കാര്യങ്ങൾ അതിനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇത് മുറ്റം, ബാക്ക് സൈഡ് മുറ്റാണ്. കുറച്ച് പയറുവള്ളി എന്നൊക്കെ പറയില്ലേ, ആ സംഭവത്തിൻ്റെയാണ്. അപ്പോൾ ഇവർ അത് അടുപ്പിച്ച്, അതായത് താക്കോൽദാനം അടുപ്പിച്ചിട്ടായിരിക്കും അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ, പുല്ലിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ടോട്ടൽ വ്യൂ ആയിട്ട് വരുന്നത്. അതായത് ഇത് അതിൻ്റെ സൈഡാണ്, ഈ സൈഡ് ഇതിൽ പെട്ടതല്ല. ഇപ്പോൾ ഒരു വീട്, എന്താ ഞാൻ പറഞ്ഞില്ലേ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്, ആ വീടാണ് ഏറ്റവും മുകളിലിട്ട് കാണുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ നല്ലൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു അടിപൊളി വീട്, എന്താ പറയുക, സിറ്റ് ഔട്ട് കാര്യങ്ങൾ, ഓരോന്നിൻ്റെയും പ്ലാനിങ് നല്ല ഭംഗിയിൽ, എല്ലാം ഒരേപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇത് എന്തായാലും ഇങ്ങനെയുള്ള പ്രളയബാധിതരായിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ അവർക്ക് അത്രമാത്രം സഹായമാവുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടില്ല, സ്ഥലമില്ല, എല്ലാം പോയൊരവസ്ഥയായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഒരു കൈത്താങ്ങ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുണ്ട് കേട്ടോ ഇത്. ആ പ്രളയത്തിൻ്റെ സമയം മുതൽ ഇതുവരെ ഇല്ലാത്ത വാടകയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇതൊരു കൈത്താങ്ങ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കാണാൻ പോവല്ലേ എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ.